റസൂലിനെ സ്വപ്നത്തിൽ കാണാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഒരിക്കല് ഇതേ ചോദ്യം തേടി ഞാൻ ഒരുപാട് അലഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉത്തരമാണ്. ഒരു ഗുരുവിൻ്റെ ശിഷ്യൻ്റെ മനോഹരമായ കഥ. ഒരിക്കല് ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനോട് ചെന്ന് പറയുന്നുണ്ട്, എനിക്ക് പ്രിയപ്പെട്ട റസൂലിനെ സ്വപ്നത്തിൽ കാണണം, എന്തെങ്കിലും വഴിയുണ്ടോ? ആ സമയത്ത് തൻ്റെ ശിഷ്യനെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് വയറ് നിറയെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ആ ഗുരു. എന്നിട്ട് വെള്ളം ചോദിക്കുമ്പോൾ ശിഷ്യന് ഗുരു വെള്ളം കൊടുക്കുന്നില്ല. അങ്ങനെ അന്നത്തെ ദിവസം വളരെയധികം വെള്ളത്തിനു വേണ്ടി ദാഹിച്ച് കൊതിച്ചിട്ടാണ് ആ കുട്ടി കിടന്നുറങ്ങുന്നത്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഗുരു തൻ്റെ ശിഷ്യനോട് ചോദിക്കുന്നുണ്ട്, മോനെ നീ എന്താണ് കഴിഞ്ഞ ദിവസം സ്വപ്നം കണ്ടത്? ആ സമയത്ത് വളരെ അത്ഭുതത്തോടെ ആ കുട്ടി പറയുന്നുണ്ട്, ഗുരു, ഞാൻ കണ്ടത് എൻ്റെ ചുറ്റും വെള്ളമാണ്, കടലും പുഴകളും നദികളും ഒക്കെ ആയിട്ട് സർവവും വെള്ളമായിരുന്നു. ആ സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് ആ ഗുരു തൻ്റെ ശിഷ്യനോട് പറയുന്നുണ്ട്, ഇത് തന്നെയാണ് പ്രിയപ്പെട്ട റസൂലിനെ സ്വപ്നത്തിൽ കാണാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴി. കഴിഞ്ഞ ദിവസം നീ കിടന്നുറങ്ങിയത് അത്രമേൽ വെള്ളത്തിന് വേണ്ടി ദാഹിച്ചിട്ടാണ്, കൊതിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഇന്ന് നീ കടന്നുറങ്ങിയപ്പോൾ ആ വെള്ളത്തിനെ തന്നെ സ്വപ്നം കണ്ടത്. ഇത് തന്നെയാണ് പ്രവാചകനെ കാണാനുള്ള വഴി. ഈ റബീഉൽ അവ്വൽ കഴിയുമ്പോൾ റസൂലുള്ളാഹിന്റെ മദ്ഹുകളും സ്വലാത്തുകളും പറഞ്ഞ് അത്രമേൽ പ്രവാചകനെ കൊതിച്ച് ദാഹിച്ച് കിടന്നുറങ്ങിയാൽ എനിക്കും നിനക്കും ഒക്കെ കാണാം പ്രിയപ്പെട്ട റസൂലിനെ. വെറുമൊരു ഫോട്ടോ ആയിട്ടല്ല, ഒരു ദൃശ്യാവിഷ്കാരമായിട്ട് തന്നെ നമുക്ക് പ്രവാചകനെ കാണാം.